ഇഷ്ടപ്പെട്ട അടിമയെ ഇഷ്ടപ്പെട്ടവർ വാങ്ങിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം. ഒരാൾ വന്ന് അടിമയായിരിക്കുന്ന ഒരു വ്യക്തിയെ വാങ്ങി. ആ വീട്ടിൽ അച്ചായനായിരുന്നു. മറ്റു കുറെ ആളുകൾ വന്നു ഇവിടെ നിന്ന് അടിമയായ വ്യക്തിയെ വാങ്ങി. അത് ആ വീട്ടിലെ അമ്മാമയാൽ. രണ്ട് ഭാഗത്തേക്കാണ് പോയത്. ഈ വേദനാജനകമായ അവസ്ഥ കണ്ടപ്പോ എബ്രഹാം ലിങ്കന്റെ മനസ്സിൽ വേദന തോന്നി. അദ്ദേഹം അടിമച്ചന്തയിൽ അന്ന് ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനിടയായി. എന്തിന്? അവിടെയുള്ള പാവപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് കച്ചവട ചരക്കാക്കിക്കൊണ്ട് ഒരു ഫാമിലിയായി ജീവിക്കേണ്ട വ്യക്തി ജീവിതങ്ങളെ രണ്ടു വഴിക്കാക്കിക്കൊണ്ട് നടത്തുന്ന ആ നിയമവാഴ്ചയെ തെറ്റിക്കൊണ്ട് അധികാരി പറഞ്ഞു, ഇനിയും ഈ നാട്ടിൽ ഈ രാജ്യത്തിൽ അടിമക്കച്ചവടമില്ല, അടിമക്കച്ചവടം നിർത്തലാക്കുന്നു, ഈ അടിമക്കച്ചവടം നടത്തുന്ന ചന്ത ഇനിയും ഈ രാജ്യത്തുണ്ടാകില്ല. അങ്ങനെ പറഞ്ഞു ആ രാജ്യത്തൊരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനിടയായി. പ്രിയരെ, കാലഘട്ടം ഇത്രയും കഴിഞ്ഞിട്ടും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം മറ്റൊന്നല്ല. ഇവിടെയും സമാനമായ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ആർജവത്തോടെ നമ്മൾ പറയുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്ക് എവിടെയാണ്? ഭാഗികമായി മാത്രമേ ഈ രാജ്യത്തിന് ലഭിച്ചിട്ടുള്ളൂ. പുറത്തിറങ്ങാൻ